നമസ്കാരം. ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കടലിലേക്കുള്ള യാത്ര ഒരു സാഹസിക അനുഭവമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് വിവരിക്കുന്നത്. കോഴിക്കോട് കടപ്പുറത്തെ വിശേഷങ്ങളുമായി. ഇതാണ് കേരളത്തിലെ പ്രസിദ്ധമായ കോഴിക്കോട് നഗരം. കോഴിക്കോട് കടപ്പുറമാണ് ലക്ഷ്യം. കേരളത്തിലെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ് കോഴിക്കോട് കടപ്പുറം. രണ്ടും നാലും അഞ്ചും 10 കെട്ടോയി ഒരു ഷർട്ടിന്റെ വാക്ക് 5 6 കൊടുക്കും. അത് വേറെ നിങ്ങളെ പൈസ കേട്ടോ. അത് വേറെ ഒന്ന് 2 3 4 5. ഞങ്ങൾ തൃശൂർ മനക്കിലപ്പടിയിൽ നിന്നും കോഴിക്കോട് ബീച്ച് സന്ദർശനത്തിനായി എത്തിയവർ. ഇതാണ് കേരളത്തിന്റെ ഹൃദയമെന്ന പോലെ പടർന്നു കിടക്കുന്ന പ്രശസ്തമായ കോഴിക്കോടിന്റെ കടപ്പുറം. കടപ്പുറത്ത് കച്ചവടക്കാർ, മണലിന്റെയും കാറ്റിന്റെയും കുളിരും തിരമാലകളുടെ സംഗീതവുമായി പ്രകൃതിയുടെ അനന്ത സുന്ദരത്വം ഇവിടെ ഓരോ നിമിഷത്തിലും പടർന്നു നിൽക്കുന്നു. ധാരാളം സന്ദർശകർ. അപ്പോ ഞങ്ങളിവിടെ ഇങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് നിൽക്കുന്നത്. ഇതാണ് സെൻസി മോള്, ടിയാനുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ ബാക്കിൽ നമ്മുടെ ചേട്ടന്മാരുണ്ട്, മക്കളുണ്ട്. കാറ്റിലും തിരമാലയിലും ആടിയുലയുന്ന യാത്രാ ബോട്ടിനെ വരുതിയിൽ നിർത്തി യാത്രക്കാരെ സുരക്ഷിതമായി ബോട്ടിൽ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന കഠിനാധ്വാനികളായ കോഴിക്കോടിന്റെ ചുണക്കുട്ടന്മാരാണിവർ. എന്താ നിങ്ങളുടെ പേര്? സുരക്ഷാ മാർഗങ്ങൾ കർശനമാണ്. ബോട്ടിൽ കയറുന്ന ഓരോ സന്ദർശകനും ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. എത്ര ആൾക്ക് ഡിസ്കൗണ്ട്? ഈ ജാക്കറ്റ് എല്ലാം അതിലിട്ടിട്ട് വേണം പോണേ. ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയും, ബോട്ടുകളിൽ സന്ദർശകർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു. ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് 300 രൂപയാണ് ചാർജ്. കൂടുതൽ ആൾ ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. യാത്രക്കാർ എല്ലാവരും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ഇട്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ട്രയൽ ബോട്ടിംഗ് യാത്രയാണ്. ഇന്ന് ഈ തീരത്ത് ഒരു അഭിനവ കാഴ്ച. സന്ദർശകർ ബോട്ടുകളിൽ കയറി കടലിന്റെ കയ്യൊപ്പുള്ള അനുഭവം തേടി പോവുകയാണ്. ഓരോ യാത്രക്കാരും വളരെ ശ്രദ്ധാപൂർവം ബോട്ടിലേക്ക് കയറുകയാണ്. കടലിന്റെ ശക്തിയായ ഓളത്തിൽ ശക്തരായ കോഴിക്കോട്ടുകാർ ആഞ്ഞുപിടിച്ച് ബോട്ടിനെ നിയന്ത്രിക്കുന്ന ശ്രമകരമായ കാഴ്ചയാണ് നാം കാണുന്നത്. അത്യുദ്ധാനവും കൂട്ടായ്മയും അസൂയാവഹമാണ്. ഒറ്റത്തവണ നോക്കിയാൽ ആവേശം, ആകാംക്ഷ, അല്പം ഭയം, വലിയ ഉത്സാഹം, ഒരൊറ്റ തെറ്റിനും ഇടയില്ലാത്തത്ര ജാഗ്രത. ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. പക്ഷേ അവകാശം പോലെ അവർ ധരിക്കുന്നത് അതിനെ ഒരു സുരക്ഷയ്ക്കല്ല, മറിച്ച് കടലിന്റെ ആഹ്വാനത്തിനുള്ള ആദരവായി. കടൽ അതിന്റെ ശക്തമായ ഓളങ്ങൾ പ്രദർശിപ്പിക്കുന്നു. മാത്രമല്ല, കോഴിക്കോട് മത്സ്യജീവിതം പകർന്നെടുത്ത പുരുഷാർത്ഥം, ശരീരത്തിൽ പടർന്ന കഠിനാധ്വാനം, കണ്ണിൽ തെളിയുന്ന കൂട്ടായ്മ, അവനവന്റെ സ്ഥാനത്ത് നിന്നും കയ്യിൽ പിടിച്ച ചങ്ങലകളിൽ നിന്നുമെല്ലാം ബോട്ടിനെ നിയന്ത്രിക്കുന്ന ഈ കോഴിക്കോട്ടുകാർ സാക്ഷാൽ കടലിനെയും കീഴടക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇവരുടെ ഈ ആത്മാർത്ഥതയും ഒരുമയും നമുക്കൊരു പാഠമാണ്.
സ്മരണകളായി മാറുന്ന ഓരോ തിരമാല. അങ്ങനെയാണ് ഓരോ യാത്ര. കടലിൻ്റെ പൊങ്ങുന്ന തിരമാലകളും ആഴങ്ങളിലെ സന്ധ്യയും ഒടുവിൽ നമ്മളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു അടയാളമായി തന്നെ പതിയുന്നു. ബോട്ട് തിരമാലകളെ താണ്ടി മുന്നോട്ട് നീങ്ങുന്നു. കടലിൻ്റെ ശക്തമായ ഓളങ്ങളിൽ ബോട്ടിനെ നിയന്ത്രിക്കുന്നത് ശക്തരായ കോഴിക്കോട്ടുകാരാണ്. ബോട്ട് കടലിൻ്റെ നടുവിലേക്ക് ചെല്ലുമ്പോൾ ഒരു ശാന്തത പടർന്നു നിൽക്കും. യാത്രക്കാരുമായി ആദ്യം പോയ ബോട്ട് തിരിച്ചു വരുന്നതും കാത്ത് ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്ന ബോട്ട് ജീവനക്കാർ. ആദ്യം യാത്ര പോയ ബോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഉഴലുന്ന കൈകളും ഉറച്ച നെറ്റിയുമാണ് ഇവരുടെ കരുത്ത്. അത്യധ്വാനം, കൂട്ടായ്മയും ഈ തീരത്തിൻ്റെ ആത്മാവാണ്. കാണുന്നവർക്ക് പോലും അതൊരു അസൂയാവഹ കാഴ്ചയാണ്. ബോട്ട് കടലിൻ്റെ നടുവിലേക്ക് ചെല്ലുമ്പോൾ ഒരു ശാന്തത പടർന്നു നിൽക്കും. കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ ഈ യാത്ര അനിവാര്യവുമായ ഒരു ഓർമ്മയാകും സഞ്ചാരിയുടെ ഹൃദയത്തിൽ. കോഴിക്കോട് കടപ്പുറം ഇതൊരു തീരം മാത്രമല്ല, ജീവിതമെന്ന പേരിലുള്ള യാത്രയുടെ ഒരു നിലാവുമാണ്. നിങ്ങളും വരൂ, ഒരു യാത്രയെന്ന ഓർമ്മയുമായി മടങ്ങൂ. ഇവിടെയുണ്ട് തീരമെന്നതിലുപരി ഹൃദയം നിറയ്ക്കുന്ന കടൽ. കോഴിക്കോട്ട് ബീച്ചിലെ സന്ദർശകരുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അവർ വന്നും പോയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.